ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു തമിഴ് സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ഇന്ന് ഏപ്രിൽ മാസം 18-ാം തീയതിയാണ്. ഇന്ന് ഒരുപാട് സിനിമകൾ, ഒരു 8, 9, 10 സിനിമകളൊക്കെ ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമ ഞാൻ ഇന്ന് കണ്ടു. ആ സിനിമയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത സിനിമകൾ കണ്ടിട്ട് ഓരോ സിനിമകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓരോ സിനിമകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു മലയാള സിനിമ ഉണ്ട്, അത് കണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങൾ മുന്നിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പോൾ നോക്കാൻ പോകുന്ന സിനിമയാണ് നോക്കാം. സിനിമയുടെ പേര് വരുന്നത് ശിവാംഗി എന്നാണ്. സിനിമയുടെ പേര് വരുന്നത് വരലക്ഷ്മി ശരത്കുമാറും ആനന്ദിയൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, വരലക്ഷ്മി ശരത്കുമാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും. ഒരു ഫ്ലാറ്റിൽ ഒരു ക്രൈം നടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അവിടെ മറ്റേ ഫോറൻസിക് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അവിടേക്ക് അതായത് ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന മെയിൻ പോലീസുകാരിയായിട്ട് നമ്മുടെ വരലക്ഷ്മി ശരത്കുമാർ വരികയാണ്. അപ്പോൾ അതിനുശേഷം അവിടെ ക്രൈം വിക്ടിമായിട്ട് ആനന്ദി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഉണ്ടാവും, വിലങ്ങ് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ നമ്മൾ സംഭവിച്ചത്, നിങ്ങളുടെ പാസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ. ആ ആനന്ദിയുടെ കഥാപാത്രം കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് സിനിമയുടെ ആകെ മൊത്തം കഥ എന്ന് പറയുന്നത്. ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിനുള്ളിൽ നിന്നും ഈ ഒരു കഥാപാത്രം ആനന്ദി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെ ഫുള്ള് ഫോൺ കോൺവെർസേഷനിൽ കൂടെയുള്ള സംഭവങ്ങളാണ്. അച്ഛനെ വിളിക്കുന്നു, അമ്മയെ വിളിക്കുന്നു, ഭർത്താവിനെ വിളിക്കുന്നു, ഭർത്താവിൻ്റെ അച്ഛനെ അമ്മേനെ വിളിക്കുന്നു, ഫ്രണ്ട്സിനെ വിളിക്കുന്നു. അങ്ങനെ ആ ഫോൺ കോൺവെർസേഷനിൽ കൂടെ കഥ പറഞ്ഞു പോകുന്ന സംഭവമാണ്. ഭർത്താവ് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും. ഒരു സർജറി വേണ്ടി വരും. 50-50 ചാൻസ് ആയിരിക്കും ഉണ്ടാകുക. അതിലേക്ക് പൈസ സംഘടിപ്പിക്കുന്നു. അതുകൂടാതെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ത്രെട്ടണിങ് കോളും കാര്യങ്ങളും അതൊക്കെയാണ് മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ആരെയാണ് കൊന്നത്, ഇവർ കൊന്നതാണോ, കോയിൻസിഡന്റലി നടന്നതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. ഏകദേശം 2 മണിക്കൂറിന് മുകളിൽ സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സിനിമ ഒരു 1/2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഒരു ഷോർട്ട് ഫിലിം ആക്കാമായിരുന്നു. അങ്ങനെ അത് ത്രെഡ് അടിപൊളിയാണ്. അവർ 1/2 മണിക്കൂറോട് ചെയ്തിരുന്നെങ്കിൽ, ഒരു ഷോർട്ട് ഫിലിമായി ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ ആകുമായിരുന്നു തോന്നും. ഇതിങ്ങനെ വലിച്ചേട്ടി കൊണ്ടുപോകാണെന്നുള്ളതാണ്. വെറുതെ സമയം ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ശിവാംഗി എന്നാണ് ഈ ഒരു സിനിമ. ഒരു ബിലോ ആവറേജ് ഫീലിംഗ് ആണ് വന്നിട്ടുള്ളത്. സ്റ്റോറി ബേസ് ആണ് ഞാൻ പറഞ്ഞത്. ഈ വെറുതെ അങ്ങനെ വലിച്ചേട്ടി കൊണ്ട് ഈ ടെക്നിക്കൽ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വേച്ച് ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ ഡ്രാമാറ്റിക് ആയിട്ട് തോന്നി. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ഓവറായിട്ടുള്ള സംഭവങ്ങളൊക്കെ, ഡയലോഗ്, ഫെമിനിസം, ആ ഒരു സംഭവം ഉണ്ടല്ലോ, സ്ത്രീ ശാക്തീകരണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വരലക്ഷ്മി ശരത്കുമാറിന് സ്ക്രീൻ സ്പേസ് കുറവാണ്. 90% ആനന്ദിയുടെ കഥാപാത്രം തന്നെയാണ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത്. പെർഫോമൻസുകളൊക്കെ വളരെ വേച്ച് ചെയ്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പെർഫോമൻസുകളൊക്കെ അത്രയേ ഉള്ളൂ. സമയമുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമ. ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയല്ല കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് അടുത്തടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. എന്ന് പറഞ്ഞൊരു മലയാള സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിളിക്കുക, ആ സിനിമയുടെ റിവ്യൂ നിങ്ങൾക്ക് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.